നമസ്തേ. ഇന്നത്തെ തലമുറയും നൂതന വിദ്യയോടുകൂടിയ ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നാം ഇന്ന് കാണുന്ന പല ച്യുതികൾക്കും കാരണം അതിൽ ഉടലെടുത്തിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയെന്ന് മനസ്സിലാക്കാം. കുഞ്ഞു കുട്ടികൾ മുതൽ സ്കൂൾ കുട്ടികൾ വരെ, അതിനെ തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ നേടിയെടുക്കുന്ന ഇന്നത്തെ തലമുറ, ആ തലമുറയിൽ ഉണ്ടായിട്ടുള്ള ചില ഭാവ വ്യത്യാസങ്ങൾ, ബഹുമാനമില്ലായ്മ, ആർഢ്യത്വം ഒട്ടുമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ചില കാലഹരണപ്പെട്ട നീതിയുടെ ഭാഗമാണോ എന്ന് നമ്മൾ ഊഹിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന മറുപടി അതല്ല, ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാത്ത ചില വിദ്യകൾ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്ന പഠനത്തോടൊപ്പം ബഹുമാനം എന്തെന്ന് അറിയാത്ത അധ്യാപകരാൽ വിദ്യാഭ്യാസം മാത്രം നേടിയെടുത്തുകൊണ്ട് കുട്ടികളെ ശിക്ഷ അഭ്യസിപ്പിക്കുമ്പോൾ അവർ കൊടുക്കാൻ മറന്നു പോകുന്ന ചില പാഠങ്ങൾ, ആ അധ്യാപകരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ, സഭ്യതയും സംസ്കാരവും തമ്മിൽ ഉണ്ടായിട്ടുള്ള അന്തരം, അത് ഇന്നത്തെ തലമുറയ്ക്ക് പകർത്തി കൊടുക്കേണ്ടുന്ന അധ്യാപകരിൽ അത് ഇല്ല എന്നുള്ളതാണ്. നാം പൊതുവായ നിരത്തുകളിൽ നോക്കുമ്പോഴും ഇന്നലെ നടന്ന ട്രാൻസ്പോർട്ട് ബസ് തടയൽ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴും ഒക്കെ കാണുന്നത് പരസ്പരം ബഹുമാനമില്ലായ്മ എന്നു തന്നെയാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഓർമ്മകൾ എന്നിലേക്ക് ഓടിയെത്തുകയാണ്. അന്ന് മുതിർന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനം, ഇല്ലായ്മയുടെ കാലത്ത് പോലും ആ ബഹുമാനം നമ്മൾ നിർവഹിച്ചു പോരുന്നിരുന്നു. നമുക്ക് പകർന്നു തന്ന സംസ്കാരം, മുതിർന്നവരോടുള്ള ബഹുമാനം ഒക്കെ നമുക്ക് അത് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് ഇന്നും നമ്മൾ അതേ അവസ്ഥയിലേക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കളിയാക്കലുകൾ, സ്വയം ഇടിഞ്ഞു താഴുന്ന ചില വ്യക്തികളോടൊപ്പം നാം സമ്പർക്കം പുലർത്തുമ്പോൾ അവർ തരുന്ന മറുപടികളും അവർ തരുന്ന വിദ്യകളുമൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുരൂപം ആയതുകൊണ്ടാണ് ഇന്ന് ബഹുമാനമില്ലായ്മ കൂടുതലായും ഉണ്ടാകുന്നത്. രണ്ടാമത്, ഗുരുത്വമില്ലായ്മ. പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ ഒരു ചെറിയ തലചായ്വ്, അല്ലെങ്കിൽ ആർഢ്യത്വം, അല്ലെങ്കിൽ ബഹുമാനം, അല്ലെങ്കിൽ നമസ്തേ പറയാൻ ഇല്ലാത്ത ആ സങ്കുചിതാവസ്ഥ ഒക്കെ ഇന്നത്തെ പല രൂപങ്ങളെയും നമ്മുടെ മുന്നിൽ ബഹുമാനമില്ലാത്തതാക്കുന്നു, ഗുരുത്വമില്ലാത്തതാക്കുന്നു. സ്വന്തം ഗുരുവിനെ പോലും അടിക്കുവാനും തൊഴിക്കുവാനും അസഭ്യം പറയുവാനും തയ്യാറാകുന്ന ഇന്നത്തെ വിദ്യാർത്ഥി തലമുറ, സ്കൂളുകളിലും കോളേജുകളിലും കൊടികൾ പറത്തിക്കൊണ്ട് ഒത്തൊരുമിച്ച് ഒരു കൂട്ടമായി നടന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തലമുറ, അതാണ് നമ്മൾ അഭിമന്യുവിൻ്റെയും ഒക്കെ കഥയെടുത്ത് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. സ്വന്തം അധ്യാപകർക്ക് ചിതയൊരുക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരെയൊക്കെ ഈ കാലഘട്ടം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം നോക്കിക്കാണേണ്ടുന്നത് ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പരസ്പര ബഹുമാനമില്ലായ്മയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചു വളർന്നപ്പോൾ, അതായത് ഏകദേശം ഒരു 40-45 വർഷം മുൻപ് നാം കണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ നാട് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം ജനങ്ങളുടെ ജീവിത രീതിയെ മാത്രമേ മാറ്റിമറിച്ചിട്ടുള്ളൂ. പക്ഷേ നൂതന രംഗത്ത്, ആധ്യാത്മിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഇന്ന് കണ്ടുവരുന്ന സമ്പത്തിൻ്റെ അത്യാർത്തി മനുഷ്യരെ പരസ്പരം ബഹുമാനപൂരിതം അല്ലാതാക്കി മാറ്റുന്നു. ഇന്ന് ജാതിയും വർണ്ണവും വേർതിരിച്ചുകൊണ്ട്, രാഷ്ട്രീയം വേർതിരിച്ചുകൊണ്ട്, സ്വഭാവങ്ങൾ വേർതിരിച്ചുകൊണ്ട് സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും എന്ന വളരെ വലുതായ ഒരു അകലം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഉറ്റവരും ഉടയവരും പോലും സമ്പത്തിൻ്റെ മുന്നിൽ രണ്ടായി വേർതിരിക്കപ്പെടുമ്പോൾ നമ്മുടെ സമാജത്തിൽ ഇന്ന് ബഹുമാനമില്ലായ്മയും ഗുരുത്വമില്ലായ്മയും വളർന്നു വരുന്നു. പണ്ടൊക്കെ നാം വിശ്വസിച്ചിരുന്ന ചില സംഘടനകളിൽ ഉണ്ടായിരുന്ന ആ ച്യുതി പോലും ഇന്ന് ആ സംഘടനകളിൽ കാണുവാൻ കഴിയുന്നില്ല. പരസ്പര വിദ്വേഷവും പരസ്പര ശത്രുതയും ഒക്കെ ഇന്ന് കാലത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ രംഗങ്ങളിലും
ആധ്യാത്മിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും നിഴലിച്ചു കാണാം. ഇതൊക്കെ ഈ നാടിൻ്റെ ദുർഗതിയെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ആധ്യാത്മിക ചിന്തയോടുകൂടി കുറേ ഭഗവത്ഗീതകളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും ഒക്കെ വായിച്ച് തൻ്റെ ജാതിയും മതവും വേർതിരിച്ച് അവരുടേത് മാത്രമായ ചില ബഹുമാനങ്ങളും ഗുരുത്വവും മാത്രം തിരിച്ചറിഞ്ഞ് നാട്ടിലേക്കിറങ്ങി പരസ്പരം ബഹുമാനമില്ലാതെ പരസ്പരം ശത്രുതയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു മതേതര സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ഈ മതേതരം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ആ മതേതരർക്ക് പോലും അറിയാത്ത അവസ്ഥ. കാലം കടന്നു പോകുന്തോറും വരുന്ന തലമുറയും വളരെ അധിക്ഷേപകരമായ അപകടകരമായ അവസ്ഥയിലേക്ക് ചെന്നു ചാടുകയാണ്. എന്നും രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രത്തിൻ്റെ പേരിൽ മുതൽ മുടക്കുണ്ടാക്കി അതിൽ നിന്നും അല്പം തൻ്റെ പോക്കറ്റിലിട്ട് കീശ വീർപ്പിച്ച് മെമ്പറും MLA യും MP യും മന്ത്രിയും ഒക്കെ ആകുമ്പോൾ അവരുടെ കൂടെ കൂടുന്ന കുറേ ശിങ്കിടികളും ഒക്കെ ആകുമ്പോൾ നാടിൻ്റെ അപകടാവസ്ഥയ്ക്ക് മാറ്റു കൂടുന്നു. എല്ലാവരാലും തിരഞ്ഞെടുക്കപ്പെട്ട, എല്ലാവരും കഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടി വരുന്ന ചില സമൂഹത്തിലെ ഉന്നതർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സമ്പന്നർ ഇവരൊക്കെ പരസ്പരം സ്വന്തം മനുഷ്യജീവനുകളെ വേർതിരിച്ച് കാണുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ അപകടാവസ്ഥ വളരെ ഗുരുതരമാവുന്നു. ഈ അപകടാവസ്ഥ എവിടെയും വിളിച്ചു പറയുവാൻ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. രാഷ്ട്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഇന്നത്തെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ പങ്ക് വളരെ വലുതാണെന്നിരിക്കെ, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരു മാതൃക ആകണമെന്നിരിക്കെ, നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തിഹീനമായ ഗുരുത്വമില്ലായ്മയും അതുപോലെ തന്നെ നാട്ടുകാരോട് പരസ്പര ബഹുമാനമില്ലായ്മയും നമ്മുടെ നാടിനെ വളരെ വൃത്തിഹീനമായ ഒരവസ്ഥയിലേക്ക് തള്ളിയിടുകയാണ്. കേരളമെന്നാൽ പേരുകേട്ട, ലോകമെങ്ങും അറിയപ്പെടുന്ന, രാജ്യമെങ്ങും അറിയപ്പെടുന്ന മലയാളികളാൽ സമ്പന്നമായിരുന്നു. അവിടെ വിദ്യാഭ്യാസത്തിൽ ഉപരി അവരുടെ ആർജവത്വവും അവരുടെ സമീപനവും അവരുടെ സഹവർത്തിത്വവും ബഹുമാനവും ഗുരുത്വവുമൊക്കെ അവിടെ സ്പഷ്ടമായി നിഴലിച്ചിരുന്നു. ഇന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അട്ടഹസിക്കാനും ഹാസ്യാക്ഷേപം നടത്തുവാനും മാത്രം വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷ വിധിക്കപ്പെട്ട ചില ജന്മങ്ങൾ ഇവിടെ അനുഭവിച്ച് ജനിച്ചു പോരുകയാണ് അല്ലെങ്കിൽ ജീവിച്ചു പോരുകയാണ്. ഇവരൊക്കെയാണ് പുതിയ തലമുറയ്ക്ക് ക്ലാസ് എടുക്കുന്നതും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതും. വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് പോലും ഇന്ന് ആ ഒരു ആർഢ്യത്വം, ആ ഒരു സഹവർത്തിത്വം, ആ ഒരു സഹോദരിത്വം ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്നുമൊക്കെ മാറി ഇനിയെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആർഢ്യത്വവും ആ വിധേയത്വവും ആ അനുകമ്പയും ആ സഹോദര്യവും ആ സഹവർത്തിത്വവും ആ സഹാനുഭൂതിയും അതുപോലെ തന്നെ ബഹുമാനവും ഗുരുത്വവും ഒക്കെ കാണിക്കുവാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് വളരെ ഈസിയായ ഒരു കാര്യമാണെന്ന് ആരും വിചാരിക്കരുതും. നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുത ഏൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുക. ഇവിടെ നിന്നും കുട്ടിക്കാലത്ത് വളരെ വിദൂരമായ നാടുകളിൽ പോയി ജോലി ചെയ്ത് അതിർത്തികൾ സംരക്ഷിച്ച് തിരിച്ചു വന്ന നമുക്ക്, അവിടെ നിന്നും വീണ്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പല ജീവിതവും കണ്ടുവന്ന നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹാനുഭൂതിയാണ് ഉണ്ടാവുക. സങ്കടകരമായ വളരെ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ജനജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നും കള്ളക്കടത്തും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന മലയാള നാട്ടിൽ പക്ഷേ നമ്മളെയൊക്കെ നേരെ കൊണ്ടുവരാൻ വേണ്ടി വിധിക്കപ്പെട്ട ചില സാംസ്കാരിക സംഘടനകളെ, അതിൽ നിയോഗിക്കപ്പെട്ട ചുതികൾ മാത്രം ഉള്ള ചില വ്യക്തികളാൽ സമ്പന്നമായിരിക്കുന്നു. ഇവരൊക്കെ പുതിയ പുതിയ തലമുറയെ പഠിപ്പിക്കുവാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഒരു വിധേയത്വവും ഒരു ബഹുമാനവുമില്ലാത്ത ഇത്തരക്കാർ നമ്മുടെ മലയാള നാടിന് അപമാനം തന്നെയാണ്. കഴിഞ്ഞ 12 വർഷക്കാലത്തോളമായി കേരളത്തിൽ നേരിട്ട് അനുഭവിച്ചറിയുന്ന ഇത്തരം ചുതികൾ ചില സമ്പന്നരിൽ നിന്നും ചില പാവപ്പെട്ടവരിൽ നിന്നും ചില രാഷ്ട്രീയക്കാരിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അവർ മുതലാളിമാരാൽ സമ്പന്നരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവരൊക്കെ കൂടി ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്. വെറും രാഷ്ട്രീയത്തെ മാത്രം നമ്മൾ അപഹസിച്ചതുകൊണ്ടോ അട്ടഹസിച്ചതുകൊണ്ടോ അവരെ ആക്ഷേപിച്ചതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഓരോ മാതാപിതാക്കളും ഓരോ സഹോദരങ്ങളും ഇതിന് ഉത്തരവാദികളാണ്. വരുന്ന തലമുറയെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് വിട്ടില്ലെങ്കിൽ, അവരെ നമ്മുടെ ബഹുമാനവും നമ്മുടെ സാഹോദര്യവും നമ്മുടെ സമ്പന്നതയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ, പഴയ കാർഷിക ഉൽപ്പന്നങ്ങളാൽ ജീവിച്ചു പോന്നിരുന്ന നമ്മുടെ പൂർവികരുടെ കഥകൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവർ വരാൻ പോകുന്ന കാലത്ത് നമുക്ക് തന്നെ വലിയ ആപത്തായി മാറും. വെറും സമ്പന്നരായി
പണം കൊണ്ട് നിറഞ്ഞ കീശയോടുകൂടി നടക്കുന്ന ചിലർ, ഇവരൊക്കെ നമ്മുടെ പുതിയ തലമുറയെ വഷളാക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് കാശുണ്ടെങ്കിൽ അവർക്ക് അത്യാഹ്ലാദപൂർവ്വം ലക്ഷറിയായി നടന്ന് തിന്നുകുടിച്ച് ജീവിക്കാൻ മാത്രം പ്രേരിതരായ അവർ ഇന്ന് വിദ്യാസമ്പന്നതയിൽ വളരെ പിന്നിലായിരിക്കുന്നു. കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് വിദ്യയുണ്ടെന്ന് കാണിച്ച് അവരൊക്കെ സമാജത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാനാണ്. നാം കണ്ടുവരുന്ന ഇത്തരം അകലങ്ങൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ കണ്ടുവരുമ്പോൾ ഇത് നാടിനാപത്താണെന്ന് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കണം. നമ്മുടെ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ രക്ഷകർത്താക്കളെയും നമുക്കൊക്കെയും തന്നെ സമാജത്തിൽ നല്ലൊരു വിത്ത് വിതയ്ക്കാൻ കഴിയണം. ആ വിത്ത് അവരുടെ സഹാനുഭൂതിത്വവും അവരുടെ സഹവർത്തിത്വവും സാഹോദര്യവും വിദ്യയും ഒക്കെയാണെന്ന് നാം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് സാംസ്കാരികപരമായി നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ ചില സാമൂഹ്യ ദ്രോഹികളാൽ കൂട്ടപ്പെട്ടിരിക്കുന്നു. അവരെയൊക്കെ മുതലെടുത്തുകൊണ്ട് ചില പൂർവികർ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സഹവർത്തിത്വയും സാഹോദര്യത്വയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നു. നാം നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുക. നാം ചെയ്യുന്ന പല തെറ്റുകളും പുതിയ തലമുറയ്ക്ക് ആപത്താണെന്നറിയുക. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇനിയും വളരെ മാലിന്യജന്യമായ അവസ്ഥയിലേക്ക് മാറും. ഇത് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്ന് രാഷ്ട്രീയത്തിലും സാമൂഹികപരമായ പല കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും ഭരണ പരിഷ്കാര രംഗങ്ങളിലുമൊക്കെ നാം കണ്ടുവരുന്ന വൃത്തിഹീനമായ ചില രംഗങ്ങളാണ്. നാം ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക. അതിൽ ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണെന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടി വരും. നാം കൊടുക്കുന്ന സഹവർത്തിത്വവും അതിനുവേണ്ടിയുള്ള ശിക്ഷയും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ പഠിപ്പിച്ച് നാട്ടിലെ സമാജത്തിലിറങ്ങി അവരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അതുപോലെ കള്ളക്കടത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും അക്രമത്തിൽ നിന്നുമൊക്കെ ഇവരെയൊക്കെ പിന്തിരിപ്പിച്ച് പുതിയൊരു നല്ല തലമുറയെ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയപരമായി നടക്കുന്ന ഈ കള്ളങ്ങളും ഈ കൊലപാതകങ്ങളും ഈ ക്രൂര കൃത്യങ്ങളും ഈ മയക്കുമരുന്ന് വേട്ടയും ഒക്കെ നാം കണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നാം ഒക്കെയും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിനെ പടുത്തുയർത്താൻ കേരളമെന്ന മലയാളികളാൽ സമ്പന്നമായ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവ ശുദ്ധീകരണം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാം ഇന്ന് കണ്ടുവരുന്ന ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നാട്ടിലായാലും നാട്ടുകാരിലായാലും ജോലിസ്ഥലത്തായാലും ഉദ്യോഗസ്ഥരിലായാലും നാം കണ്ടുവരുന്ന ഈ വൃത്തിഹീനമായ അന്തരീക്ഷത്തെ നമുക്ക് തുടച്ച് ശുദ്ധമാക്കുവാൻ കഴിയണം. വിധേയത്വം, അത് ആദ്യത്വം ഭാരത സംസ്കാരത്തിൻ്റെ ശൈലിയിൽ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് വളരെ ആപത്താണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സഹവർത്തിത്വത്തിന് വേണ്ടി, സഹോദര്യത്വത്തിന് വേണ്ടി ഒക്കെ ബഹുമാനവും ഗുരുത്വവും ഒക്കെ ആർജിച്ചുകൊണ്ട് നമുക്ക് പുതിയ ഒരു കേരളത്തിലേക്ക് നടന്നെടുക്കാം. ഇല്ലെങ്കിൽ നാം കൊടുക്കുന്ന ഈ ശിക്ഷ, നാം 10 പേരെയും 50 പേരെയും വിളിച്ചുകൂട്ടി നാം കൊടുക്കുന്ന ട്രെയിനിങ് സെൻറ്ററുകൾ ഒക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരയായി മാറിപ്പോകുമെന്ന് ചിന്തിക്കുക. എത്ര വലിയ ചുമതലകളുണ്ടായാലും ആ ചുമതലയ്ക്ക് അനുസരിച്ച് മാത്രം ചിന്തിക്കുന്ന ചില ഉന്നതർ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഒന്നും അറിയാത്ത, ഒരു കാര്യവും അറിയാത്ത, ഏതോ ചില കാര്യങ്ങളിൽ മാത്രം വളരെ മാന്യന്മാരും അതിൽ മാത്രം അവർക്ക് മിടുക്കും ഉണ്ടെന്ന് കണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഈ ചടങ്ങ് നാം ഉപേക്ഷിക്കുക. കേരളമായി തന്നെ മുന്നേറട്ടെ. അതിന് നമുക്കൊക്കെ ഒരുമിച്ച് സഹവർത്തിത്വത്തോടു കൂടി കഴിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.